പിന്നെ ഏത് ദിവസത്തിന് വന്നേ? ഇപ്പൊ 8:30 9:30 ദിവസത്തിലാണ് വന്നേ. 10 മണിക്ക് കൂടി എത്തി. വയറ്റൂര് പോയതല്ല ഞാൻ അറിഞ്ഞിനി. അതെയാ, വയറ്റൂര് പോയി ആരല്ലോ പോകുന്നുണ്ടേനും. ഇവിടെ ബസ്സിക്കാരെല്ലാം ഉണ്ടേനും. അവരൊക്കെ പോകാന്നാണ് നിർബന്ധിച്ചത്. അങ്ങനെയേ പോവുള്ളൂ. വിളിച്ചിനേനു പെണ്ണ് വിളിച്ചിനി ചേച്ചി പോയിന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അറിഞ്ഞിനി. ഇത് ഞാൻ പറഞ്ഞു ചേച്ചി പോലെ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞു ചേച്ചി പെട്ടെന്ന് പോയതാണ്. നിന്നെ വിളിക്കാൻ നോക്കുമ്പോ അവര് പെട്ടെന്ന് ആളായി, വണ്ടിക്ക് ഒരാളെ വേണ്ടി തരണം. പിന്നെ നിന്നെ വിളിക്കാൻ കഴിയ, അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ഒരു കൊല്ലം പോയി എന്തെല്ലാം കണ്ടിനപ്പാ. നമുക്ക് അടുത്ത കൊല്ലം ബുദ്ധിമുട്ടൊന്നുമില്ല, രണ്ടാക്കും ഒപ്പരം പോകാം. നയ്യണ്ടേ ഒട്ടനെയുള്ള പോക്കുണ്ടാവും. ഒരു അതിലും വലിയൊരു വിറ്റുണ്ടേ എന്നാ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു. നമ്മളെപ്പോ വീട്ടിലലക്കിയിട്ട് ശീലല്ലാതെ പോക്കും കലക്കിയിട്ട്. അതെ, ഇത് ഇട്ടിട്ടേ ഇതിണ്ടേ മൊത്തം പോന്തുണ്ട്. അറിയുന്നതാണ് ഒരിക്കൽ ശരിയാക്കി മൊത്തം അനങ്ങുന്നു. എന്റെ ഭഗവാൻ ഇതെല്ലാം അനങ്ങിയാലും അതായി വീണ് പോവാ. തരിപ്പടായി പോയിന്ന് ഒന്നും അറിയില്ല സംഭവം. എന്നിട്ട് പയ്യെ ഞാൻ അയച്ചേനെ വിളിച്ചു. അയച്ചോട് ചോദിച്ചു അയച്ച ഇതെന്താണ് സംഭവം ഓടിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അയച്ചേനെ വിളിച്ചിട്ട് അയച്ചെല്ലാം പറഞ്ഞു സംഭവം ഇങ്ങനെയാന്ന് കറങ്ങിയിട്ട് പൊരിക്കായിരുന്നില്ല. അതിൻ്റെ അകത്ത് വെള്ളം വന്ന് കറങ്ങിയിട്ട് അതിൻ്റെ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നല്ല ഓഫാവും. നിങ്ങളുടെ അതിൽ പൊരിക്കാനൊന്നും ഇല്ലാന്ന്. കുറേ സമയം ചീലാണ്ടിക്കും വയ്യാന്ന് നല്ല റൗണ്ടിൽ വരുക. സ്ഥിരം ഉപയോഗിക്കും. ആദ്യമായിട്ട് മിക്സ് വേണമെങ്കിൽ ഇത് ഓണാക്കാൻ കുറച്ചൊക്കെ പേടിയല്ലേ. അറിയാനാ പിന്നെ പേടിയല്ലേ. എന്നിട്ട് വയ്യാതെ കറണ്ടിന്റെ സാധനല്ലേ. അതെ, ഷോക്കാറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപേക്ഷമായില്ലേ. എന്നിട്ട് അയച്ച പറഞ്ഞു തന്നിട്ട് ഇപ്പൊ എല്ലാം ആക്കിയിട്ട് ഇപ്പൊ എല്ലാം കറങ്ങിയിട്ടാണ് നിന്നു. സമാധാനം. ഇത് ഇതുവരെ കാണാതെ നമ്മൾ കണ്ടിട്ട് ഇതെന്താണ്ടേ അറിയണം. അതെല്ലാം ഒരിക്കുന്ന അങ്ങനെ വിഷയം വാങ്ങിയാല് ഒരിക്കുന്ന അലക്കുന്നെല്ലാം പോയി നോക്കണം. അതെന്താ നിൽക്കുന്ന എങ്ങനെയാണെന്നല്ല. എന്നാലും ഞാൻ സംഭവം ഓരോ വീട്ടിലും കുടുംബത്തിൽ വെച്ചിട്ടാണ്. ഇത് വാങ്ങിയാൽ ഒരാൾ അലക്കുന്ന പോയി നോക്കിയാൽ മതി. എന്നാൽ എനിക്ക് പേടിക്കാണ്ടല്ല. ഒരിക്കൽ നമുക്ക് മനസ്സിലായാൽ മനസ്സിലാവില്ലപ്പാ. ഗ്യാസ് കൊണ്ടുവന്നിട്ട് ഗ്യാസ് കത്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയല്ലേ. പേടിയില്ല തന്നെ. ഇനിയിപ്പോ അതെല്ലാം കറങ്ങിയിട്ടാണ് നിന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഓഫാക്കിയിട്ട് തുണി അറിയുന്നു. അതെ, ഇപ്പൊ 2 പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെന്നാ ഇങ്ങനെ പോന്നു. മൂരാനുണ്ട് ലേശം ആയില്ല. ഇപ്രാവശ്യം നെല്ലും നടത്തൂല. അത് ഉള്ളത് പന്നിയും കളഞ്ഞിട്ടെല്ലാം പോയില്ലേ. അതെ, നെല്ലൊന്നും നടത്തൂല. പിന്നെ എങ്ങനെയാ മിഷൻ പരിക്കല്ലേ. മിഷൻ വരുമായിരിക്കും. വരുന്ന് പറയുന്നുണ്ട്, വരില്ലാന്ന് പറഞ്ഞിട്ട് ഏതാന്ന് അറിയില്ല. പിന്നെ മിഷൻ വരില്ല. ഈ വെയിലിന് എങ്ങനെ മുരാനാവില്ല. വെയിൽ വെള്ളം കയ്യാ ക്ഷീണായി പോകില്ലേ. ആണ് നല്ല നമുക്ക് പിള്ളേർക്ക് രസം തന്നെയല്ലേ. കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സ്കൂളിൽ പോയില്ലേ? എല്ലാവരും സ്കൂളിൽ പോയി. ഞായറാഴ്ചയല്ലേ, ഇന്നായിരിക്കും പോകണ്ടല്ല. അങ്ങനല്ലേ വരുള്ളൂ. ചെന്നാൽ ഇപ്പൊ ഒരു അകലാടി ഉണ്ട്.